ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ മെയിൻ്റെനൻസ് കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തൊക്കെ വന്നു എന്ന് നമുക്ക് എന്തായാലും നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് ഷുവറായിട്ട് ഒരു ഗോൾ കീപ്പറിനെ എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും ഗൈസ്. ഓക്കെ ഗൈസ്, നമുക്ക് കോൺട്രാക്ട് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഗോൾ കീപ്പറിനെ ഇന്ന് എടുക്കാൻ പറ്റും ഗൈസ്. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നവർ മാക്സിമം ലൈക്ക് ചെയ്യുക ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാതെ പോവരുത് ഗൈസ്. അപ്പോൾ എന്തായാലും ഒബ്ജക്റ്റിനകത്ത് ഞാൻ എന്തായാലും കളക്ട് ചെയ്തിട്ടുണ്ട്. കോൺട്രാക്ട് ടിക്കറ്റ് നമുക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇന്ന് എന്തായാലും ഒരു ഗോൾ കീപ്പറിനെ എടുക്കാം. മാക്സിമം ഞാൻ കോയിൻ സേവ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പാക്കിലേക്ക് തന്നെ പോവാം ഗൈസ്. പാക്കിലേക്ക് പോകുമ്പോൾ ഒരു പുതിയൊരു പാക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ജാപ്പനീസ് സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഷോർട്ട് ടൈം പാക്കാണ് ഗൈസ്. പിന്നെ ഗൈസ് നമ്മുടെ മെയിനായിട്ട് നമ്മുടെ പ്ലെയർ ഓഫ് ദീഗാണ്. ഇപ്പോൾ പ്ലെയർ ഓഫ് ദീഗിനകത്ത് നോക്കുകയാണെങ്കിൽ കുറേ നമ്മുടെ നേരത്തെ വന്ന കാർഡ്സൊക്കെ വെച്ചിട്ടാണ് ഗൈസ് അവർ പാക്ക് കൊണ്ടുവന്നേക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കിടിലൻ കാർഡ്സൊക്കെ ഉണ്ട്. റൊണാൾഡോയുടെ തന്നെ 2 കാർഡ് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. റൊണാൾഡോയുടെ ഒന്ന് ഈ കാർഡ്, ബൈസൈക്കിൾ അടിച്ച ആ കാർഡ്, പിന്നെ അത് കൂടാതെ റൊണാൾഡോയുടെ വേറൊരു കാർഡും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. അതുപോലെ തന്നെ നമ്മുടെ റൈസിൻ്റെ കാർഡ്, അർണോൾഡിൻ്റെ കാർഡ്, അങ്ങനെ കുറേ കാർഡ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. കിടിലൻ കാർഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പ്ലെയർ ഓഫ് ദി ആണ്. പക്ഷെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ 32 പ്ലേയേഴ്സ് ഉണ്ട് ഈ പാക്കിനകത്ത്. പിന്നെ അവർ പുതിയൊരു പാക്ക് അവർ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ ഓഷിമിനൊക്കെ ഉള്ള. അതൊരു പുതിയൊരു ക്യാമ്പയിനാണ് ഗൈസ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഗോൾ കീപ്പറിനെ എന്തായാലും ഇന്ന് എടുക്കാൻ പറ്റും ഗൈസ്. എനിക്കിപ്പോൾ ആ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവണം. അപ്പോൾ അത് വെച്ച് എന്തായാലും നമുക്കൊരു ഗോൾ കീപ്പറിനെ എന്തായാലും അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റും. പിന്നെ മാച്ചിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ AI മാച്ചിനകത്ത് പോവുകയാണെങ്കിൽ സ്പാനിഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ സ്പിൻ കിട്ടുന്നതായിരിക്കും പ്ലെയർ ഓഫ് ദീഗിൻ്റെ. അതുപോലെ തന്നെ ഈ ഇവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പറഞ്ഞ പാക്കിൻ്റെ സ്പിൻ കിട്ടുന്നതായിരിക്കും. 2 സ്പിൻ കിട്ടുന്നതായിരിക്കും. ഓൾറെഡി ഒരു സ്പിൻ നമുക്ക് ലോഗിനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് മാച്ചൊന്നും കാര്യങ്ങളും വന്നിട്ടില്ല ഗൈസ്. പിന്നെ PvP മാച്ചിൽ പുതിയൊരു പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറഞ്ഞൊരു മാച്ച് വന്നിരിക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ സ്പാനിഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞ ഈവൻറ്റ് കളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 50 ക്ലബ് കോയിൻ കിട്ടുന്നതായിരിക്കും ഗൈസ്. എന്നും കിട്ടുന്ന പോലെ തന്നെ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. വേറെ പ്രത്യേകിച്ച് അവർ കൊണ്ടുവന്നിട്ടില്ല. മെയിനായിട്ട് നമ്മുടെ ഗോൾ കീപ്പറിനെ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും കളിച്ച് ഫ്രീ സ്പിന്നും കാര്യങ്ങളും എന്തായാലും എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ ചെയ്ത് നോക്കാം. ആരെ കിട്ടുമെന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയറൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്പിൻ എടുത്ത് നോക്കാം. നമ്മുടെ ടാർഗറ്റൊക്കെ അടിക്കുമല്ലോ എന്നൊക്കെ നോക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് നമ്മുടെ ഒഷിമിൻ്റെ പാക്ക് അങ്ങ് കറക്കാം. ഒഷിമിൻ്റെ പാക്ക് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ കറക്കാം ഗൈസ്. ഇതിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് ടാർഗറ്റൊന്നുമില്ല ഗൈസ്. ഒഷിമിനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം. അല്ലാതെ പ്രത്യേകിച്ച് ടാർഗറ്റൊന്നുമില്ല എനിക്ക്. ഒഷിമിനെ കിട്ടിയാൽ കൊള്ളാം. നോക്കാം എന്തായാലും. ഫസ്റ്റ് ട്രൈ എന്തായാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ആരാ നോക്കാം എന്തായാലും. ഓക്കെ, ഉള്ളിൽ കളറും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. നോക്കാം ആരാ നോക്കാം. ആരാണ്? ഗൈസ് ഗോൾ കീപ്പറാണ്. അപ്പോൾ അവന്മാരുടെ തേപ്പ് എന്തായാലും തുടങ്ങിയിട്ടുണ്ട്. ഗോൾ കീപ്പറിന് അവന്മാർ തന്നിട്ടുണ്ട് ഗൈസ്. ഒഷിമനെ കിട്ടിക്കഴിഞ്ഞാൽ കൊള്ളായിരുന്നു. 2 ട്രൈയും കൂടി ബാക്കിയുണ്ട്. എന്തായാലും രണ്ടാമത്തെ ട്രൈ എന്തായാലും സ്പിൻ എടുക്കാം ഗൈസ്. ഹെയർ വി ഗോ. നോക്കാം. ഉള്ളിൽ പച്ച കളർ കാണുന്നുണ്ട്. നോക്കാം എന്തായാലും ആരാ നോക്കാം. ഓക്കെ ആരാണ് ഗൈസ്? നമ്പർ 20 ടാർഗറ്റ് അല്ല ഗൈസ്, CMF ആണ്, ഒഷിമനല്ല. അപ്പോൾ ഇനി എന്തായാലും ഒരു സ്പിന്നും കൂടി ഉണ്ട്. നോക്കാം. ഒഷിമനെ കിട്ടിയില്ലെങ്കിലും വലിയ വിഷയമല്ല ഗൈസ്. കാരണം സെൻറ്റർ ഫോർവേഡ് ഇപ്പോൾ കുറേ ആയി ഗൈസ്. പക്ഷേ അവന്മാർ ഫ്രീ ആയിട്ട് തരുന്നില്ല ഗൈസ്. പിന്നെ അതുകൊണ്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വലിയ വിഷയമൊന്നുമില്ല. നോക്കാം. ഓക്കെ ഗൈസ്, ഒഷിമനാണ്. ഞാൻ സ്കിപ്പ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഒഷിമനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ പാക്കിനകത്ത് ടാർഗറ്റ് ആയിരുന്നു ഒഷിമൻ. അപ്പോൾ എന്തായാലും ഒഷിമനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള പാക്കിലേക്ക് കിടക്കാം. നമ്മുടെ പ്ലെയർ ഓഫ് ദി വീക്ക് ആണ് ഗൈസ്. പ്ലെയർ ഓഫ് ദി വീക്കിൽ അത്യാവശ്യം ടാർഗറ്റൊക്കെ ഉണ്ട്. പ്ലെയർ ഓഫ് ദി വീക്ക് പറയുകയാണെങ്കിൽ ഇതിനകത്ത് ടാർഗറ്റ് പറയാനാണെങ്കിൽ ബെല്ലിംഗാം ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്, വേണമെന്നില്ല ഗൈസ്. പിന്നെ സലേന എനിക്ക് വേണ്ട. ഇതേ കാർഡ് എൻ്റെ ഉണ്ട്. പിന്നെ അർണോൾഡിനെ കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഗൈസ്, നല്ലൊരു കാർഡാണ്. അർണോൾഡിൻ്റെ ഈ കാർഡ് ഒരു കിടിലൻ കാർഡാണെന്നൊക്കെയാണ് പറയണേട്ട്. പിന്നെ അതുപോലെ തന്നെ റൊഡിഗർ ബിൽഡപ്പായിട്ടാണ് വന്നേക്കണേ. കുഴപ്പമില്ലാത്ത സ്റ്റാറ്റ്സൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ റൊഡിഗർ, അർണോൾഡ്, അതുപോലെ തന്നെ റൈസിനെ കിട്ടിയാലും കുഴപ്പമില്ല. റൈസ് ബോക്സ് ടു ബോക്സ് ആണ്.
റൈസിന് കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ റൊണാൾഡോ ഗൈസ്, റൊണാൾഡോയുടെ ഒരു പ്ലെയർ ഓഫ് ദി കാർഡ് പോലും എൻ്റെ കയ്യിൽ ഇല്ല. അപ്പോൾ റൊണാൾഡോയുടെ 2 കാർഡ് ഉണ്ട് അതിനകത്ത് ഏതെങ്കിലും ഓരെങ്കിലും കിട്ടിയാൽ മതി. ഓക്കെ, ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാർഡ് ടാർഗറ്റാണ്, റൊണാൾഡോ വേണമെന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്പിന്നെടുത്ത് നോക്കാം. മിക്കവാറും ഇവന്മാർ അടി കിടക്കുന്ന പ്ലെയറാണ് ഈ തരത്തുള്ളൂ, കാരണം 32 പ്ലേയേഴ്സ് ഉണ്ട് ഇതിനകത്ത്. നോക്കാം എന്തായാലും, സ്പിന്നെടുത്ത് നോക്കാം ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ പ്ലെയറൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ റൊണാൾഡോനെ കിട്ടിയല്ലോ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഞാനെന്തായാലും സ്പിന്നെടുക്കുകയാണ്. നോക്കാം എന്തായാലും നമുക്ക് ആരെ കിട്ടുമെന്ന് നോക്കാം ഗൈസ്. നമ്മുടെ ടാർഗറ്റ് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്തായാലും. ഓക്കെ, ഞാനെന്തായാലും സ്പിന്ന് കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഉള്ളിൽ കളറുണ്ട്, പുറമെ കമ്പിത്തിരിയൊക്കെ കത്തുന്നുണ്ട് ഗൈസ്. നോക്കാം എന്തായാലും. ടാർഗറ്റായാൽ മതിയായിരുന്നു. കൊനാമി പ്ലീസ് ടാർഗറ്റ് ഇതാ. അപ്പോൾ ഗൈസ് നമ്പർ 9 അൽവാരസ് ആണ്. എനിക്ക് വേണ്ടാത്ത കാർഡാണ് ഗൈസ്, കാരണം ഇതേ സെയിം കാർഡ് എൻ്റെ ഉണ്ട്. എനിക്ക് തോന്നി ഗൈസ് ഇവന്മാർ ഇങ്ങനെ തന്നെയാണ് കാണിക്കത്തുള്ളൂ. ഒന്നില്ലെങ്കിൽ അടി കിടക്കുന്ന പ്ലെയർ തരും, അല്ലെങ്കിൽ കയ്യിലുള്ളൊരു പ്ലെയറെ തന്നെ നമുക്ക് തിരിച്ചു തരും ഗൈസ്. അതാണ് കൊനാമി. അപ്പോൾ എന്തായാലും വെരി വെരി താങ്ക്സ് കൊനാമി. അപ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റിനാണ് ഗൈസ് കിട്ടിയത്. എടാ നീ ടാർഗറ്റ് ആളാ വേണ്ട കൊനാമി ഗൈസ്. അപ്പോൾ അതങ്ങനെ പോയിട്ടുണ്ട്. ഞാൻ എന്തായാലും കോയിൻ കൊടുക്കുന്നില്ല ഗൈസ്. അർണോൾഡിൻ്റെ തൊട്ടടുത്തിടുന്ന പ്ലെയറാണ് ഗൈസ്. എന്നാൽ പിന്നെ അർണോൾഡിനെ തന്നാൽ പോരായിരുന്നാ, എന്തിനാണ് വെറുതെ.